മൈൻഡ് ഹെൽത്ത്, മാനസികാരോഗ്യം. ഹായ്, ഞാൻ ഷാജി കുര്യൻ ഫ്രം സോഷ്യോപ്രീനിയർ. എന്താണ് മാനസികാരോഗ്യം അഥവാ മൈൻഡ് ഹെൽത്ത്? ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് മൈൻഡ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോഴുള്ള മാനസികാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചെറുപ്പം മുതൽ ജീവിച്ച അവസ്ഥ, നമ്മളുടെ പേരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, അതുപോലെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ, നമ്മൾ ജോലി ചെയ്യുന്ന ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ കൊലീഗ്സ്, ഇവരെല്ലാം കൂടി രൂപപ്പെടുത്തിയ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഒരു ഹെൽത്തി മൈൻഡിൽ മാത്രമേ ഒരു ഹെൽത്തി ബോഡി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയ ഒരു ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുള്ള തിരക്ക്, അതിനുശേഷം ഒരു ജോലി ലഭിക്കാനുള്ള തിരക്ക്, ജോലി കിട്ടിയാൽ തന്നെ ജോലി തിരക്ക് കഴിഞ്ഞാൽ നമുക്കൊരു ഫാമിലി ആകുന്നു, കുടുംബത്തിൽ നിന്നുള്ള പല ഡിമാൻഡ്സ്, സൊസൈറ്റിയിൽ നിന്നുള്ള ഡിമാൻഡ്സ്, അങ്ങനെ പല കാര്യങ്ങളും കാരണം നമ്മൾ പലതരത്തിലുള്ള തിരക്കിൽപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ ഡിമാൻഡ്സ് എല്ലാം മീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമായി മാറുകയും നമ്മൾക്കൊന്നിനും ഒരു സമയമില്ലാത്ത ഒരു സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. ആ തിരക്കിനിടയിൽ നമ്മുടെ മൈൻഡ്ഫുൾനെസ്, നമ്മൾക്ക് ഒന്ന് മനസ്സമാധാനത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല ഡിസിഷനും കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ബോഡി ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ക്ലട്ടേർഡ് ആയിട്ടുള്ള നമ്മുടെ മൈൻഡ് ക്ലീനിങ്. പലതരത്തിലുള്ള ടോക്സിൻസ് അഥവാ നല്ലതല്ലാത്ത ചിന്തകളാണ് നമ്മളെ പലരെയും നയിക്കുന്നത്, നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും കടന്നു പോകുന്നത്. അത് മാറ്റിയെടുത്ത് നമ്മുടെ ചിന്താഗതികൾ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യപടിയായി നമ്മൾ ചെയ്യേണ്ടത്. മൈൻഡ് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്നു, ഒരു മെൻ്റൽ ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു, ഒരു ഇന്നർ പീസും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. മെൻ്റൽ ക്ലീനിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ എമോഷണൽ ഓവർലോഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. എമോഷണൽ ഓവർലോഡ് കുറയുമ്പോൾ തന്നെ നമ്മൾ മെൻ്റൽ ക്ലാരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, നമ്മുടെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇൻക്രീസ് ചെയ്യുകയും ആ അറ്റൻഷൻ സ്പാൻ ഇംപ്രൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. അതുവഴി നമ്മുടെ നെഗറ്റിവിറ്റി കുറയ്ക്കാനും പോസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നത് വഴി ക്രിയേറ്റിവിറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി നമ്മൾ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും ക്രിയേറ്റീവായിട്ട് പെരുമാറാനും നമുക്ക് സാധിക്കും. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് അത്ര ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്ത് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? എന്നും കുറച്ച് സമയം നേരത്തെ എഴുന്നേൽക്കുന്ന പ്രാക്ടീസ് തന്നെ ഒരു വ്യക്തിയെ സക്സസ്ഫുള്ളായിട്ട് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. രാവിലെ എഴുന്നേൽക്കുക, 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുക. ഒരു ക്വയറ്റായ സ്ഥലത്തിരുന്നു കൊണ്ട് ഒന്ന് കാമായിട്ട് ബോഡി റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ചിന്തകളിലേക്ക് നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒന്ന്, നമ്മൾക്കൊരു ഡ്രീം ഉണ്ടായിരിക്കണം. നമ്മൾക്ക് എന്താണ് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്നുള്ളൊരു ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് തോട്ട്ഫുൾനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് മൈൻഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള തോട്ട്ലെസ്നെസ്, ഒന്നും ചിന്തിക്കാതെ അവസ്ഥയിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുക. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ദിവസം എത്ര സെക്കൻഡ്, അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊന്ന് നോക്കുക, നിങ്ങൾക്ക് എത്ര സെക്കൻഡ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ സാധിക്കും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. മനുഷ്യ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഓരോ ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് പ്രകൃതി നിയമമാണ്, പ്രകൃതി അങ്ങനെയാണ്. ഇവിടെ വെറുതെ ഇടുന്ന ഭൂമി അല്ലെങ്കിൽ നെൽവയലൊക്കെ കളകൾ വളരുന്ന പോലെ വെറുതെ വിടുന്ന നമ്മുടെ മനസ്സിലും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വന്നു കൂടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുന്നത് തോട്ട്ഫുൾനെസ് ആണ്, തോട്ട്ലെസ്നെസ് ആണ്. ആ തോട്ട്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാത്ത അവസ്ഥ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾക്ക് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ. അതിന് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. നമ്മൾ വളരെ ക്വയറ്റായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ ബ്രീത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ ഓരോ ബ്രീത്തും, ഇൻഹെയിലും എക്സെയിലും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്യുക, അത് കൗണ്ട് ചെയ്യുക. ഓരോന്ന് കൗണ്ട് ചെയ്തുകൊണ്ട് എത്ര കൗണ്ട് വരെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഇരിക്കാൻ പറ്റും എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. അതിൻ്റെ ഒപ്പം നിങ്ങളൊന്ന് പുഞ്ചിരിച്ചു കൊണ്ടുകൂടി ചെയ്താൽ അത് വളരെ നല്ല എഫക്റ്റീവ് ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ പുഞ്ചിരിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എത്ര നമ്പർ ഓഫ് ബ്രീത്ത് അങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നു ഒന്ന് ശ്രമിച്ചു നോക്കുക. അത് പടിപടിയായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യുന്നത് 10 കൗണ്ടാണെങ്കിൽ പിന്നെ അത് സ്ലോലി 15 ആക്കുക, അത് 20 ആക്കുക. അങ്ങനെ മാക്സിമം ടൈം ഒരു തോട്ട്ലെസ്നെസ്, ഒന്നും ചിന്തിക്കാത്ത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിക്കാം.